ഇതൊരു 4-5 മാസം മുമ്പ് ചെയ്തൊരു കേക്ക് ഓർഡറാണ് കേട്ടോ. ഇത് പോസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിയത് വെറുതെ അല്ല, എൻ്റെ സ്വന്തം കല്യാണമൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. കല്യാണം തിരക്കുകളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയി. ഇനി കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. ഇതൊരു ഹാർട്ട് ഷേപ്പ് കേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള റൗണ്ട് കേക്കാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് എബിന തന്ന ഓർഡറാണ് കേട്ടോ അത്. ആൻഡ് ഷീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് കസ്റ്റമേഴ്സ്. ആൾക്ക് ഈ കേക്കിൻ്റെ ഔട്ട്കം എങ്ങനെ ഉണ്ടാവണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്ന കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. ഫ്ലേവർ വന്നിട്ട് വാഞ്ചായിരുന്നു. പിന്നെ ഈ റൗണ്ട് കേക്ക് ഹാർട്ട് ഷേപ്പാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ തണുത്ത് സെറ്റ ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെനിക്ക് അറിയായിരുന്നെങ്കിലും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എത്രമാത്രം തണുക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇത് ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരുതി എത്ര സെറ്റായിട്ടുണ്ടെന്നില്ല. കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള ടാസ്ക് വെച്ചത് നല്ല വൃത്തിയിൽ ക്രീം തേച്ച് ഇത് ഫിനിഷാക്കി എടുക്കുക എന്നുള്ള കാര്യമാണ്. റൗണ്ട് കേക്ക് പോലല്ലോ, ഈ കുനിപ്പും കൂർപ്പൊക്കെ ഉള്ള കാരണം ക്രീം തേക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടുമെന്ന് സംശയം ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് അതും വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഇത് ആൾക്ക് വേണ്ടിയുള്ളതല്ല, ആളുടെ ഫാമിലിയിലുള്ള ഒരു കപ്പിളുണ്ട്. 22ാമത്തെ ആനിവേഴ്സറിക്കുള്ള കേക്കാണ് കേട്ടോ. റെഡ് ആൻഡ് വൈറ്റ് തീം വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തീം നമ്മൾ രണ്ടുപേരും കൂടി ChatGPT സഹായത്തോടെ ഡിസ്കസ് ചെയ്ത് ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. റെഫറൻസ് പിക്കിലെ പെർഫെക്ഷൻ ഒന്നും ഞാൻ ക്രീം കൊണ്ട് എഴുതുമ്പോൾ കിട്ടില്ല